ഹായ് ഹലോ വെൽക്കം ടു ക്രിക്ക് അരീന. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള BGT സീരീസിൻ്റെ മൂന്നാമത്തെ ടെസ്റ്റ് ഇപ്പോൾ ഗാബയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയ ശക്തമായ നിലയിലാണ്. ടോസ് ലഭിച്ച ഇന്ത്യ ഓസീസിനെ ബാറ്റിങ്ങിന് അയച്ചത് ഒരർത്ഥത്തിൽ തിരിച്ചടിയായി എന്ന് പറയേണ്ടി വരും. കാരണം കൂറ്റൻ സ്കോറിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആദ്യ ദിവസം മഴ കൊണ്ടുപോയിരുന്നു. നിലവിൽ 101 ഓവറുകൾ പിന്നിടുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 405 എന്ന കൂറ്റൻ സ്കോറിലേക്ക് എത്താൻ ഓസീസിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ട്രാവിസ് ഹെഡ് തിളങ്ങിയിട്ടുണ്ട്. വീണ്ടും അദ്ദേഹം ഇന്ത്യക്ക് പാരയാവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം സ്റ്റീവൻ സ്മിത്ത് സെഞ്ചുറി നേടിയിട്ടുണ്ട്. ഇന്ത്യൻ ബൗളർമാരുടെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ ജസ്പ്രീത് ബുംറ മാത്രമാണ് തിളങ്ങിയിട്ടുള്ളത്. ബാക്കി എല്ലാവരും നന്നായി വെള്ളം കുടിക്കുന്ന ഒരു കാഴ്ചയാണ് ഗാബയിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഓസീസിന് വേണ്ടി ഉസ്മാൻ ഖ്വാജ 21 റൺസ് മാത്രമാണ് നേടിയത്. നദാൻ മക്സീനി 9 റൺസ്, അതുപോലെ തന്നെ മാർണസ് ലബുഷൈൻ 12 റൺസ് എന്നിങ്ങനെയാണ് നേടിയിട്ടുള്ളത്. സ്റ്റീവൻ സ്മിത്ത് സെഞ്ചുറി പൂർത്തിയാക്കി. 190 പന്തുകളിൽ നിന്നും 101 റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. 12 ഫോറുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഒരു ക്ലാസി ഇന്നിങ്സ് തന്നെയാണ് അദ്ദേഹത്തിൽ നിന്നും പിറന്നിട്ടുള്ളത്. ട്രാവിസ് ഹെഡ് ഒരിക്കൽ കൂടി ഇന്ത്യക്ക് പണി കൊടുത്തിരിക്കുന്നു. 160 പന്തുകളിൽ നിന്ന് 152 റൺസാണ് ഹെഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. 18 ഫോറുകൾ അദ്ദേഹം നേടി. ഈ രണ്ട് താരങ്ങളെയും പുറത്താക്കിയത് ബുംറയാണ്. അതുപോലെ തന്നെ മിച്ചൽ മാർഷ് 5 റൺസ് എടുത്തുകൊണ്ട് പുറത്തായി. അലക്സ് കാരി ഇപ്പോഴും ക്രീസിൽ തുടരുകയാണ്. 47 പന്തുകളിൽ നിന്ന് 45 റൺസാണ് അദ്ദേഹം ഇപ്പോൾ എടുത്തിട്ടുള്ളത്. 33 പന്തുകളിൽ നിന്ന് 20 റൺസ് എടുത്ത പാറ്റ് കമ്മിൻസ് പുറത്തായിട്ടുണ്ട്. കാരിക്കൊപ്പം ഇപ്പോൾ മിച്ചൽ സ്റ്റാർക്കാണ് ഉള്ളത്. ഇതാണ് രണ്ടാമത്തെ ദിവസം പൂർത്തിയായപ്പോഴുള്ള ഒരു നില. ജസ്പ്രീത് ബുംറ 5 വിക്കറ്റുകൾ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട്. 25 ഓവറുകളിൽ 72 റൺസ് വഴങ്ങിക്കൊണ്ടാണ് 5 വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തിയിട്ടുള്ളത്. മുഹമ്മദ് സിറാജ് മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. 97 റൺസ് വഴങ്ങി. ആകാശ് ദീപ് 78 റൺസ് വഴങ്ങി. നിതീഷ് കുമാർ റെഡ്ഡി 65 റൺസ് വഴങ്ങി. രവീന്ദ്ര ജഡേജ 76 റൺസ് വഴങ്ങി. ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു കണക്കുകൾ വരുന്നത്. ഏതായാലും ഓസ്ട്രേലിയ നിലവിൽ ശക്തമായ നിലയിൽ തന്നെയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.